എന്നെ ഒരു പരിപാടിക്ക് വിളിച്ചിട്ട് ഒരു വലിയ മൊബൈൽ ഫോൺ കമ്പനി ഇവിടെ പരിപാടി നടത്തുന്നത്, അവിടെ ഓൾ ഇന്ത്യ തലത്തിൽ നടത്തുന്ന ഒരു പരിപാടിയുടെ കാര്യത്തിലാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ട് നമ്മുടെ ഷാൻ എന്ന് പറയുന്ന ഹിന്ദി പാട്ടുകാരൻ്റെ ഗാനമേള ഇവിടെ മറൈൻ ഡ്രൈവിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെന്നെ വിളിച്ചു. അവരെന്നെ വിളിക്കുമ്പോഴൊക്കെ അവർ വിളിക്കുമ്പം ഹിന്ദി ഇവന്റ് മാനേജ്മെൻറ്റുകാരെ വിളിക്കുന്നത്. എനിക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ബാക്കി മിമിക്രിക്കാരെ ആരെയും വിളിച്ചിട്ട് ഇവർക്ക് പിടുത്തം കിട്ടില്ല. നേരെ എന്നെ വിളിച്ചു. ഞാൻ വില പറഞ്ഞു. അപ്പോൾ എന്നോട് എത്ര രൂപയാണ് വൺ മാൻ ഷോയ്ക്ക് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ 5000 രൂപ എന്ന് പറഞ്ഞു. അവരെ അപ്പം തന്നെ സമ്മതിച്ചു. കാരണം ബാക്കി എല്ലാ സംസ്ഥാനത്തിനും ഇതിന് 5 ലക്ഷം രൂപ ദൂരം കൊടുത്തോണ്ടിരിക്കുക അവർ. നമുക്ക് മാത്രം 5000 രൂപ. എനിക്കാണെങ്കിൽ അന്ന് 500 രൂപ ഉള്ളൂ. ഞാൻ 5000 രൂപ കയറ്റി വെച്ചിട്ട് 10 ഇരട്ടി കിട്ടുന്ന സന്തോഷത്തിൽ ഞാൻ നിൽക്കുക. അപ്പോൾ ഇവർ പറഞ്ഞു, എന്നോട് പറഞ്ഞു, ഫസ്റ്റ് ഞാൻ സ്റ്റേജിലേക്ക് വരണം, ദെൻ ഗ്രാബ് ദ ഓഡിയൻസ് ആൻഡ് ഗീവ് ഇറ്റ് ടു ഷാൻ. അതാണ് എൻ്റെ ജോലി. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഈ നേവൽ ബേസിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്ന് ഉള്ള ഹിന്ദിക്കാർ മുഴുവൻ വന്ന് മറൈൻ ഡ്രൈവ് ഇരിക്കുക. മലയാളികളാകെ 20 പേരെ കണ്ടേ ഉള്ളൂ. അതിനകത്ത് ഹിന്ദിക്കാരെ വന്നേക്കുന്നത്. ഞാൻ അവിടെ ചെന്ന് ഫസ്റ്റ് സ്റ്റേജിൽ കയറിയിട്ട് VS അച്യുതാനന്ദൻ്റെ ശബ്ദവും ഉമ്മൻചാണ്ടി സാറിൻ്റെ ശബ്ദമൊക്കെ ചെന്നിട്ട് ഹിന്ദിക്കാർ കൂവാൻ തുടങ്ങിയിട്ട് നിർത്താതെ കൂവുക ഹിന്ദിക്കാർ. അപ്പോൾ അവിടെ വലിയ പ്രൊജക്ടർ സ്ക്രീനുകൾ വെച്ചിട്ടുണ്ട് 5-6. എനിക്ക് സ്റ്റേജിൽ നോക്കിയാൽ ഈ സ്ക്രീനിൽ എനിക്ക് എൻ്റെ മുഖം തന്നെ കാണാം. ഒരു തുള്ളി രക്തമില്ലാതെ ഞാൻ സ്റ്റേജിൽ നിന്നിട്ട് ഇങ്ങനെ നിന്ന് പരിപാടി ചെയ്യുക. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തേലും അവർ 10 മിനിറ്റ്സ് എന്നാണ് പറഞ്ഞത്. ഇത് 9 മിനിറ്റായി എന്ന് പറഞ്ഞ് ഈ പൈസ കുറച്ചാലോ എന്ന് ഓർത്തിട്ട് ഞാൻ 10 മിനിറ്റ് നിർത്താതെ ചെയ്തു. അപ്പോൾ എൻ്റെ റൂമിൻ്റെ വാതിക്ക് ഒരു ബ്ലാക്ക് ക്യാറ്റും മിണ്ടിയ ഫ്രൂട്ട്സും ആപ്പിളും ഒക്കെ തരാൻ ഒരാളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ അഡ്വാൻസ് ഷോ കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ റൂം പൊളിച്ചു അവർ. എൻ്റെ റൂം പൊളിച്ചിട്ട് ആ വെള്ളം തന്നോണ്ടിരുന്നവരോട് ഞാൻ ചോദിച്ചു, എനിക്ക് ഇച്ചിരി വെള്ളം തരാമോ പാനിന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു മോണിറ്ററിന്റെ സൈഡിൽ കുപ്പി മറിഞ്ഞ് കിടപ്പുണ്ട്. അയാൾ എന്നെ ചൂണ്ടിക്കാണിച്ച് തന്നിട്ട് എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞു.